പ്രളയ് മിസൈൽ തുടർച്ചയായി 2 എണ്ണം വിക്ഷേപിച്ചുകൊണ്ട് ഇന്ത്യ ഒരു പരീക്ഷണത്തിൽ വലിയ വിജയം കൈവരിച്ചിരിക്കുന്നത്. അതെ, വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷമാണ്. ഇന്ത്യയുടെ പ്രതിരോധ കവചം എന്ന് പറയുന്നത് കൂടുതൽ ശക്തമാകുന്ന ഒരു കാര്യം കൂടി നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. 31-ന് ഒഡീഷയുടെ തീരത്ത് വെച്ചായിരുന്നു ഈ പരീക്ഷണം നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ മിസൈലിൻ്റെ ഇരട്ട വിക്ഷേപണമാണ്. ഒരേ ലോഞ്ചറിൽ നിന്ന് തുടർച്ചയായി 2 മിസൈലുകൾ വിക്ഷേപിച്ച് ലക്ഷ്യം ഭേദിക്കുന്ന പരീക്ഷണമാണ് നടത്തിയത്. അപ്പോൾ പ്രളയുടെ ഒരു സവിശേഷതകൾ എന്താണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. DRDO വികസിപ്പിച്ചിരിക്കുന്ന കരയിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന മിസൈലാണ്, ഷോർട്ട് റേഞ്ച് ബലിസ്റ്റിക് മിസൈലാണ് പ്രളയ്. യുദ്ധമുഖത്ത് ഇവർ ശത്രുവിൻ്റെ പൂർണ്ണമായിട്ടും എല്ലാ സ്ഥാനങ്ങളും തന്ത്രപ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങളെല്ലാം നമുക്ക് ഇതിലൂടെ തകർക്കാനും കഴിയും. ഇതിൻ്റെ ഒരു ദൂരപരിധി എന്ന് പറയുന്നത് 150 കിലോമീറ്റർ മുതൽ 500 കിലോമീറ്റർ വരെയാണ്. കൂടാതെ അത്യാധുനിക ഗൈഡൻസ് സിസ്റ്റം ഉപയോഗിക്കുന്നത് കൊണ്ട് വളരെ കൃത്യതയോടുകൂടി ലക്ഷ്യം ഭേദിക്കാനായിട്ട് പ്രളയിന് കഴിയുമെന്ന് കൂടെയുണ്ട്. സാധാരണ ബലിസ്റ്റിക് മിസൈലുകളെയൊക്കെ പോലെ നിശ്ചിത പാതയിലൂടെ മാത്രമല്ല, വായുവിൽ വെച്ചിട്ട് ഇത് പോകുന്ന വഴിക്ക് ഇതിൻ്റെ സഞ്ചാരപഥം മാറ്റാനായിട്ട് സാധിക്കും. അത് ശത്രുവിൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മുഴുവനും നമുക്ക് വെട്ടിച്ച് ലക്ഷ്യത്തിലെത്തിക്കാനായിട്ടുള്ള സാധ്യതകളുമുണ്ട്. കൂടാതെ ട്രക്കുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള മൊബൈൽ ലോഞ്ചറുകളിൽ നിന്നുകൂടി പ്രളയ മിസൈല് വിക്ഷേപിക്കാനായിട്ട് കഴിയും. വിക്ഷേപണത്തിന് ശേഷം അതിനോട് ചേർത്ത് തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നോക്കുകയാണെങ്കിൽ വിക്ഷേപണത്തിന് ശേഷം അതിൻ്റെ സ്ഥലം ലക്ഷ്യം മാറ്റി കൊടുക്കാനും നമുക്ക് കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മളെ സംബന്ധിച്ച് അതിർത്തി സുരക്ഷ തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ മുൻഗണന എന്ന് പറയുന്നത്. അപ്പോൾ ചൈനയുമായിട്ടും പാകിസ്ഥാനുമായിട്ടുള്ള അതിർത്തിയിൽ വിന്യസിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച ഒരു ആയുധം തന്നെയാണ് പ്രളയ് മിസൈൽ. അപ്പോൾ ഈ പർവ്വത മേഖലകളിൽ ഉൾപ്പെടെ ശത്രുവിൻ്റെ ബങ്കറുകൾ, റഡാർ സ്റ്റേഷനുകൾ, ആയുധപ്പുരകളെല്ലാം തന്നെ തകർക്കാനായിട്ട് ഇവന് കഴിയുമെന്നുള്ളതാണ്. ശത്രു രാജ്യങ്ങളുടെ കൈവശമുള്ള ദീർഘദൂര റോക്കറ്റുകളുടെയും മിസൈലുകൾക്കും എതിരെയൊക്കെ നമുക്ക് യാതൊരു സംശയവുമില്ലാതെ വിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ലക്ഷ്യം ഭേദിക്കുക തന്നെ ചെയ്യും. അപ്പോൾ കൂടാതെ ആണവ ആയുധങ്ങൾ ഉപയോഗിക്കാതെ തന്നെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ വഹിക്കാനും ഇതിന് ശേഷിയുണ്ട്. ഇന്ത്യ രൂപീകരിക്കാൻ പോകുന്ന ഇൻ്റഗ്രേറ്റഡ് റോക്കറ്റ് ഫോഴ്സിൻ്റെ നട്ടെല്ലായിട്ട് ഈ ഒരു മിസൈൽ മാറും എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിർത്തിയിലെ വെല്ലുവിളികളെ നേരിടാനായിട്ട് ഇന്ത്യയുടെ ആവനാഴിയിലെ ഏറ്റവും മൂർച്ചയുള്ള ആയുധമായിട്ട് നമ്മുടെ ഈ മിസൈൽ മാറുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് അറിയാം, ഈ കഴിഞ്ഞ ദിവസമാണ് ഏതാണ്ട് 79,000 കോടി രൂപയുടെ ഡിഫൻസ് പാക്കേജ് ഇന്ത്യയുടെ വരുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കും, എന്തിനാണ് ഇത്രയും വലിയ പാക്കേജൊക്കെ ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കാം. പലരും ചോദിക്കുന്നത്, പ്രത്യേകിച്ച് പ്രതിപക്ഷം ചോദിക്കുന്നത്, എന്തിനാണിത്? നമ്മുടെ രാജ്യത്ത് ഒരുപാട് കാര്യങ്ങൾ, മറ്റ് അനേകം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടല്ലോ എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് കൃത്യമായി മനസ്സിലായതാണ്, നമ്മളിതെല്ലാം ഒരുക്കി വെക്കുന്നത് കൊണ്ട് എന്താണ് നമുക്ക് നേടാൻ കഴിയുക. നമ്മുടെ സുരക്ഷ നമ്മുടെ കൈകളിൽ തന്നെയാണ്. അത് നമുക്ക് മറ്റൊരു രാജ്യത്തിനെ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. കോൺഗ്രസ് ഭരണകാലത്തുടനീളം നമ്മളിത് കണ്ടതാണ്. എന്നും നാണം കെട്ട് ലജ്ജിച്ച് ഇവർ ചിദംബരം വരെ പറഞ്ഞല്ലോ, അമേരിക്ക പറയുന്നതനുസരിച്ചാണ് നമ്മുടെ തീരുമാനങ്ങൾ പോലും മാറ്റുന്നത് എന്നുള്ളത്. അങ്ങനെ ഒരു ഭരണകൂടം ഇരിക്കുമ്പോൾ, ആ ഭരണകൂടം ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ, അങ്ങനെയുള്ളവർ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അവർ ഈ ചോദ്യം ചോദിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ 79,120 കോടി രൂപ വമ്പൻ ആയുധ ഇടപാടുകൾക്കാണ് നമ്മൾ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഇത്തരത്തിൽ ഉള്ള ഈ പ്രളയ് മിസൈൽ പോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ബ്രഹ്മോസിൻ്റെ പുതിയ വേർഷൻ വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വാങ്ങാനും ഒക്കെയുണ്ട്. പിന്നെ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. നമുക്കറിയാം, നമ്മൾ മറ്റു രാജ്യങ്ങളുടെ ആയുധങ്ങളെയൊക്കെ ആശ്രയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടിയിട്ടുമുള്ളതാണ്. അവരുടെ ഒരു നിശ്ചിത പോയിന്റിൽ വെച്ച് ഇവരിത് പ്രവർത്തിപ്പിക്കേണ്ട എന്നുള്ള ഒരു സജഷൻ കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ നമ്മുടെ ജവാന്മാരുടെ ജീവൻ ആപത്തിലാകും എന്നുള്ളതാണ്.
ഇപ്പോൾ എല്ലാം നമ്മൾ തന്നെ നിർമ്മിക്കുകയാണ്. പ്രത്യേകിച്ച് റഷ്യ പോലുള്ള രാജ്യങ്ങളെല്ലാം തന്നെ നമ്മുടെ രാജ്യത്തെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ധാരണകളുമായിട്ട് രംഗത്ത് വരുന്നുണ്ട്. റഷ്യ ആണെങ്കിൽ ഇന്ത്യക്ക് തരുന്നത് മുഴുവൻ സോഴ്സ് കോഡ് ഉൾപ്പെടെയാണ്. ഇത് മുഴുവൻ നിങ്ങളെടുത്തു, ഞങ്ങൾക്ക് ഒന്ന് നിർമ്മിച്ച് തന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയും ചെയ്യുന്നു. അതിന് വേണ്ടുന്ന എന്ത് സപ്പോർട്ട് വേണമെങ്കിലും റഷ്യ തരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ നമുക്കറിയാം, നാവികസേനയെ നമ്മൾ ശക്തിമത്താക്കേണ്ടതുണ്ട്, ആർമിയെയും ശക്തിമത്താക്കേണ്ടതുണ്ട്. അപ്പോൾ ആർമി ഓൾറെഡി ശക്തിമത്താണ്. അതിൻ്റെ കൂടെ തന്നെയാണ് നമുക്ക് എയർഫോഴ്സിനെയും നമ്മുടെ നാവികസേനയെയും കൂടി ശക്തിമത്താക്കേണ്ടതിൻ്റെ ആവശ്യകതയുള്ളൂ. കുറച്ചുകൂടെ നമുക്കറിയാം, എയർഫോഴ്സിൽ നിന്ന് മിഗ് പിൻവാങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അതിന് വേണ്ടുന്ന രീതിയിൽ അതിനോട് കിടപിടിക്കുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന എയർക്രാഫ്റ്റുകൾ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വലിയ പാക്കേജുകൾ അനിവാര്യമാണ്. അത് നാളെ ആവട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നിപ്പോൾ ഒരു അടി ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കി നിന്ന് അമേരിക്ക ഞങ്ങളിതൊന്ന് തിരിച്ചടിച്ചോട്ടെ, ഞങ്ങൾക്ക് നിങ്ങളുടെ ആയുധം ഒന്ന് തരാമോ ചേട്ടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രംപ് അവിടെ നിന്ന് പറയും, നടക്കൂല മച്ചാനെ, നിങ്ങൾ സ്വന്തമായിട്ട് അങ്ങോട്ട് പ്രതിരോധിച്ചാൽ മതി എന്ന് ഇപ്പോഴത്തെ അവസ്ഥയിൽ സ്വാഭാവികമായിട്ടും പറയും. നമുക്കതിനൊന്നും നേരമില്ല. അതുകൊണ്ട് ഇന്ത്യയുടെ ആ ഒരു തീരുമാനമെടുക്കാനുള്ള ശേഷി, ആർജവം, ഇതെല്ലാം നമ്മൾ കണ്ടതാണ് ഒരിക്കൽ. അപ്പോൾ എങ്ങനെ ഒരു രാജ്യത്തിന് തിരിച്ചടിക്കാൻ കഴിയും? ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യം എന്നും മറ്റുള്ളവരുടെ മുമ്പിൽ പോയി ഓച്ചാനിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ളത് മോദി സർക്കാർ വന്നതിന് ശേഷം ഇത്രയും വർഷങ്ങൾക്കിടയിൽ തന്നെ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കി തന്നതാണ്. നമ്മൾ ഓരോരുത്തരും പലരും ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുമ്പോൾ പല അപഖ്യാതികളും ഒക്കെ പറഞ്ഞെങ്കിലും പലരും പോസ്റ്റ് ഇട്ടു, അഭിമാനമാണ് ഇന്ത്യക്കാരൻ എന്നുള്ളതിൽ അഭിമാനിക്കുന്നു എന്നൊക്കെ പറയുന്നവർ തന്നെ പുറത്ത് വന്നിട്ട് പ്രത്യക്ഷത്തിൽ പറയുമ്പോൾ ഇത്തരത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട്. അതായത് എന്തിനായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് ചോദിക്കാം. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഓരോ ഇന്ത്യക്കാരനും അഭിമാനം കൊണ്ട നിമിഷങ്ങൾ തന്നെയായിരുന്നു അത്. അപ്പോൾ നമ്മുടെ അഭിനന്ദ് വർദ്ധമാൻ, അദ്ദേഹം അവിടെ പെട്ടുപോയ സമയത്തുണ്ടായിട്ട് മോദി സർക്കാർ എടുത്ത ധീരമായിട്ടുള്ള നടപടി, അതുമൊക്കെ നമ്മൾ ഈ ഒരു അവസരത്തിൽ കൂട്ടിച്ചേർത്ത് വായിക്കണം. കാരണം ഓരോ സൈനികനും അഭിമാനമേകുന്നതാണ് അവൻ്റെ രാജ്യത്തിൻ്റെ ആയുധപ്പുരയിലുള്ള ആയുധ ശേഖരങ്ങൾ. അവന് വേണ്ടി രാജ്യം എന്ത് ചെയ്യും, ഏതറ്റം വരെ പോകും എന്നെല്ലാം ഈ ഒരു കാലഘട്ടത്തിനിടയിൽ തന്നെ മോദിക്ക് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്നും പണ്ടുണ്ടായിട്ടില്ല. പണ്ടുണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ആയുധ പാക്കേജുകളിലൂടെ നമുക്ക് പറയാനുള്ളത്. ഇന്ന് നമ്മുടെ രാജ്യത്ത് നിന്ന് വലിയ രീതിയിലുള്ള ആയുധങ്ങൾ വാങ്ങുന്നുണ്ട്. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ബ്രഹ്മോസ് എത്ര പേരാണ് ചോദിച്ചത്, ഇത്ര രാജ്യങ്ങൾ ഏതാണ്ട് 18ഓളം രാജ്യങ്ങളുടെ ലിസ്റ്റ് ഉണ്ട് നമ്മുടെ പക്കൽ. ഇവർക്കെല്ലാം നമ്മളിത് കൊടുക്കണം. ഇനി നമ്മൾ ബ്രഹ്മോസിൻ്റെ ന്യൂ വേർഷൻ വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിലെല്ലാം പോകുന്നുണ്ട്. S-400 ഉണ്ട്. ഇനി സുദർശൻ ചക്ര എന്ന് പറഞ്ഞുകൊണ്ട്, S-400 നമ്മൾ സുദർശൻ ചക്ര എന്ന് പറയുമെങ്കിലും പൂർണ്ണമായിട്ടും 360 ഡിഗ്രിയിലുള്ള ഒരു സംരക്ഷണം നമ്മുടെ രാജ്യത്തിന് ഉറപ്പാക്കാൻ വേണ്ടുന്ന പൂർണ്ണമായ രീതിയിലുള്ള ഒരു സുദർശൻ ചക്ര എന്ന് പറയുന്ന ഒരു പ്രതിരോധ സംവിധാനം വികസിപ്പിക്കാനുള്ള നേട്ടത്തിൽ കാര്യങ്ങളിലേക്ക് പോവുകയാണ് നമ്മുടെ രാജ്യം, ആകാശ് വെച്ചുകൊണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെലവഴിക്കേണ്ടതുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം ഏതെങ്കിലും ഒരു മൂലയ്ക്ക് അടി വാങ്ങി പോക്കറ്റിലിട്ട് നമ്മൾ ഇരിക്കേണ്ടി വരും. അപ്പോൾ ഇതിനൊന്നും കഴിയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള മിസൈലുകൾ, പ്രളയ മിസൈൽ ഇപ്പോൾ വിക്ഷേപിച്ചു. ചൈനയും പാകിസ്ഥാനും സ്വാഭാവികമായും ചിന്തിക്കും, ഇവന് ഇതും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഇനിയിപ്പോൾ ഏത് ഉപയോഗിച്ചാലാണ് ഇവനെ മറികടക്കാൻ കഴിയുക എന്നുള്ളതാണ് ചിന്തിക്കുക. അപ്പോൾ കാരണം പാകിസ്ഥാനാണെങ്കിൽ നന്നായിട്ട് അറിയാമല്ലോ, ചൈനയ്ക്കും മനസ്സിലായി. ചൈനയുടെ പല ആയുധങ്ങൾ ഇവർ വിക്ഷേപിച്ചൊക്കെ തൊടുത്തു നോക്കിയെങ്കിലും എല്ലാം നമ്മൾ ഈ പാട്ടുവർക്ക് സാധനങ്ങൾ എന്ന് പറയുന്നത് പോലെ അവരുടെ ആയുധങ്ങളെ നമ്മൾ കുറച്ച് കാണുന്നതില്ല. പക്ഷെ അതിനെ തകർക്കാനുള്ള അതിനും പോന്ന ആയുധങ്ങൾ ഇന്ത്യയുടെ ആയുധപ്പുരയിലുണ്ട് എന്നുള്ളത് ചൈനയ്ക്ക് പോലും മനസ്സിലായി. സത്യത്തിൽ അതിനൊക്കെ ശേഷമല്ലേ ചൈന കുറച്ച് ഒതുങ്ങിയത്? ചൈന അതിന് ശേഷമല്ലേ ഇന്ത്യയുമായിട്ടൊരു ടൈഅപ്പുമായിട്ട് വരുന്നത്? ഇന്ത്യ പറയുന്നതിൽ കാര്യമാണ്, ഇന്ത്യയോട് ചേർന്ന് നിന്നിട്ടേ ഇനി കാര്യമുള്ളൂ, ഇന്ത്യയെ എന്താ പറയുക, എതിർക്കാൻ നിൽക്കുന്നതിൽ കാര്യമില്ല എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു താക്കീതുകൾ, ഒരു മുന്നറിയിപ്പൊക്കെ കൊടുക്കാനായിട്ട് ഇന്ത്യക്ക് കഴിയും ഇന്ന്. ആ രീതിയിലേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് നമ്മൾ പ്രളയ് പോലുള്ള, കഴിഞ്ഞ ദിവസം ഒരു മിസൈൽ വിക്ഷേപിച്ചല്ലോ
K4 എന്ന് പറയുന്നത്. അതും ഇവരുടെയൊക്കെ സത്യത്തിൽ അണ്ണാക്കിൽ കൊടുക്കുന്ന മറുപടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇനി ഒരുത്തനും ഇന്ത്യക്കെതിരെ ഒരു രീതിയിലുമുള്ള നീക്കങ്ങൾക്ക് മുതിരരുത് എന്ന് തന്നെയാണ് ഇന്ത്യ ഈ പ്രളയ മിസൈലിലൂടെ കൂടി പറഞ്ഞു വയ്ക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് ചാനലിന് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. സഹായം വേണ്ടത് വളരെ നിസ്സാരമായൊരു സഹായമാണ്. നിങ്ങൾ നമ്മുടെ ചാനലിലെ വീഡിയോ കാണുമ്പോൾ ഇന്ത്യ ലൈവ് എന്നുള്ളതിൻ്റെ IND എന്നുള്ള ആ ലോഗോയിലൊന്ന് വിരലമർത്തിയാൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൊരു ബാർ തെളിഞ്ഞു വരും. അതിലൊന്ന് വിരലമർത്തി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം. ദയവായി നിങ്ങളുടെ സഹായം ഇന്ത്യ ലൈവിന് തുടർന്നും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു.